അനുഗ്രഹം പ്രാപിക്കും. വേദപുസ്തകം താഴ്ത്തി വെക്കുക, കരങ്ങളെ തട്ടി. ഇന്ന് ലോകത്തിൽ ഒരുപാട് മതങ്ങളും ഒരുപാട് അതിന് കൈവഴികളുമുണ്ട്. എന്നാൽ ദുഃഖത്തോടെ സങ്കടത്തോടെ പറയുന്നൊരു കാര്യം, ഇതിൽ മിക്കതും വിശ്വാസികളെ ചതിക്കുന്ന വഞ്ചിക്കുന്ന കൂട്ടങ്ങളാണ്. ഹല്ലേലൂയ. വളരെ സങ്കടമുണ്ടെന്ന് പറയാൻ. വിശ്വാസികളെ ക്ലീനായിട്ട് ചതിക്കുക, വിഗ്രഹങ്ങളെ വെച്ച് വിശ്വാസികളെ ചതിക്കുക, ഇസങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും മനുഷ്യ ദൈവങ്ങളിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ ചതിക്കുന്ന വഞ്ചിക്കുന്ന കൂട്ടങ്ങളെയാണ് ചുറ്റുപാടും നാം കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ദൈവം അത് സത്യമാണ്. എക്കാലത്തും ദൈവം സത്യമാണ്. ആൾക്കാർ ചോദിക്കാറുണ്ട്, ദൈവമുണ്ടോ? ദൈവമുണ്ടോ? മറുപടി, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്. 1000 ഭൂമിയെ ഇട്ടുമൂടുവാൻ കഴിവുള്ളതാണ് സൂര്യൻ. സൂര്യൻ എന്ന ഗ്രഹത്തിനകത്ത് 1000 ഭൂമികളെ കൊണ്ടിട്ടാൽ നിറയത്തില്ല, അത്രമാത്രം വലിപ്പമുള്ളതാണ് സൂര്യൻ. വീട്ടിൽ ഒരു കട്ടിൽ, വീട്ടിൽ ഒരു ടേബിൾ, വീട്ടിൽ ഒരു അലമാര. അലമാരയ്ക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു ആശാരി ഉണ്ടാക്കിയതാണ്. എല്ലാ സൃഷ്ടിക്കും പിന്നിൽ ഒരു സൃഷ്ടിതാവ് ഉണ്ട്. സൃഷ്ടിതാവില്ലാത്ത ഒരു സൃഷ്ടിയുമില്ല. രാമൻ പറഞ്ഞാട്ട്. അങ്ങനെയെങ്കിൽ സൂര്യനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. 1000 ഭൂമിയെ ഇട്ടുമൂടുവാൻ കഴിവുള്ള സൂര്യനെ സൃഷ്ടിച്ച ദൈവം എത്ര വലിയ ദൈവമാണ്! അതാണ് സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത ദൈവം. ആ ദൈവത്തെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അടിച്ച് ഉരുക്കി ഒരു കണ്ണാടിക്കൂട്ടിലാക്കി വെച്ച്, ഇതാ ദൈവം. ദൈവത്തിന് ഇഷ്ടപ്പെടുവോ? ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. അതാണ് മാനുഷിക വഞ്ചന, ചതിവ്. ഹല്ലേലൂയ. എന്നാൽ സത്യദൈവം എന്താണ്? സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത ദൈവമാണ്. ദൈവം സത്യമാണ്. ആ സത്യദൈവത്തെ യഥാർത്ഥമായി രുചിച്ചറിയുന്നവർ വളരെ വളരെ കുറവാണ്. അടുത്ത ചോദ്യം, യേശുവാണോ സത്യദൈവം? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നാം അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ്. ആരെങ്കിലും പറഞ്ഞിട്ടല്ല, എന്തെങ്കിലും വായിച്ചിട്ടല്ല, നാം അനുഭവിച്ചറിയുന്ന സത്യമാണ് യേശു. ഞാൻ പറയാറുണ്ട്, ഒരു സ്ഥലത്ത് ആരാധനയ്ക്ക് പോകുന്നു, അവിടെ നാം ജന്മം കൊണ്ട് പോകുന്ന ആരാധനാലയങ്ങളുണ്ട്. ഞാൻ ഈ മതത്തിൽ ജനിച്ചതാണ്, ഈ സംഘടനയിൽ ജനിച്ചതാണ്, ഇവിടുന്ന് എനിക്കൊരു വിമോചനമില്ല, എനിക്കൊരു കല്യാണം വരണമെങ്കിൽ, എനിക്ക് ഒരു മരണം വരുമ്പോൾ എന്നെ അടക്കണമെങ്കിൽ ഒരു സമുദായം വേണം. ആ നിലവാരങ്ങളിൽ ആ സമുദായത്തിന് അടിമപ്പെട്ട് പോകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. യഥാർത്ഥമായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്, സത്യം അറിയണം. പക്ഷേ എവിടെ പോയി രക്ഷപ്പെടും? ഇവിടുന്ന് ചാടിയാൽ എൻ്റെ ഭാവി, ഒരു കല്ലറയുണ്ട്, ഇനി വേറെ പോയി കഴിഞ്ഞാൽ ആ കല്ലറയും കൂടെ നഷ്ടപ്പെടും, ഞാൻ എവിടെയും ഇല്ലാത്തവരായി പോകും എന്ന ചിന്ത അവരെ ഭരിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥമായ കാര്യം എന്താണ്? സത്യദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചാൽ നിന്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കും. ഒന്നിനെക്കുറിച്ചും ആശങ്ക വേണ്ട. എന്തു തിന്നും, എന്തു കുടിക്കും, എവിടെ കിടക്കും, എന്ത് ധരിക്കും, എവിടെ അടക്കപ്പെടും എന്നൊരു ചിന്ത നിനക്ക് വേണ്ട. നോക്കുക, മോശയുടെ കാര്യം നോക്കുക. മോശയെ അടക്കുവാൻ ദൈവം വന്നു. ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചപ്പോൾ 80 വയസ്സ് മുതൽ 120 വർഷക്കാലം ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് അഗ്നി അഭിഷേകത്തിൽ മുന്നോട്ട് പോയപ്പോൾ അവനെ അടക്കുവാൻ ദൈവം ഇറങ്ങി വന്നു. എന്താണ് വിളിച്ചറിയിക്കുന്നത്? നീയും ദൈവമായുള്ള ബന്ധം ശക്തമാണെങ്കിൽ
ഒരു മനുഷ്യനും വേണ്ട, ഒരു പ്രസ്ഥാനവും വേണ്ട, ഒരു സംഘടനയും വേണ്ട. നിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവാണോ യഥാർത്ഥ ദൈവം? അത് എൻ്റെ അനുഭവമാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, സത്യാലയത്തിൽ നിങ്ങൾ വരുന്നു, മറ്റു വിധത്തിലല്ല, ജന്മം കൊണ്ട് വന്നതല്ല, നിങ്ങളെ കർത്താവ് കൊണ്ടുവന്നതാണ്. ഒരു കല്യാണത്തിന് വേണ്ടി വന്നതല്ല, നിങ്ങളെ കർത്താവ് കൊണ്ടുവന്നതാണ്. ആ സത്യാലയത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കും, എന്താണ് എനിക്ക് വന്ന മാറ്റം? അടുത്ത ആഴ്ചയും അവിടെ പോകണമെങ്കിൽ എൻ്റെ അകത്ത് എന്തോ വേണം? ഒരു വിശ്വാസം വേണം. ഇത് സത്യമാർഗമാണ്. ജന്മം കൊണ്ടല്ല, അല്ലെങ്കിൽ നിർബന്ധം കൊണ്ടല്ല, യേശുവിൻ്റെ സ്നേഹത്താൽ. ഒരാമേൻ പറഞ്ഞാട്ട്. ഇതൊരു സത്യമാർഗമാണ്. ഇവിടെ ദൈവമുണ്ട്. സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം എന്നെ ഭരിക്കുന്നുണ്ട്. എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല. എൻ്റെ അകത്ത് ഒരു ധൈര്യം വ്യാപരിക്കുന്നുണ്ട്. ഈ ദൈവം എന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന ചിന്ത നിന്നെ ഭരിക്കുന്നുവെങ്കിൽ ഇവിടെയാണ് നീ തുടർന്നു വരേണ്ടത്. ഇവിടെ നീ തുടരുന്നതിൻ്റെ കാരണം ജന്മം കൊണ്ട് കിട്ടിയ മതം എന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല. നിന്റെ അകത്ത് നീ അനുഭവിക്കുന്ന സത്യം, നീ അനുഭവിക്കുന്ന സന്തോഷം, നീ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ, നീ അനുഭവിക്കുന്ന സമാധാനം, നീ അനുഭവിക്കുന്ന ഏറ്റെടുക്കുന്ന കാഴ്ചപ്പാടുകൾ, നിന്റെ ഭാവി പ്രത്യാശ, നിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന വെളിച്ചം, നിന്റെ ഒരുക്കങ്ങൾ, നിന്റെ വാഞ്ച, നിന്റെ പ്രതീക്ഷ, നിന്റെ അധികാരങ്ങൾ, നിന്നെ ജയാളിയാക്കുന്ന ദൈവപ്രവൃത്തി, എവിടെയും നിന്നെ നിർത്തുന്ന, ഏത് അന്ധകാരത്തെയും വെളിച്ചമാക്കുന്ന, ഏത് ശാപത്തെയും മുറിക്കുന്ന അതാണ് നിന്റെ യേശുവിനുള്ള അനുഭവം. അത് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ തന്നെ ഒരു ചിന്ത, പാസ്റ്ററെ, എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്, പാസ്റ്ററെ ക്രിസ്ത്യൻ മതമാണ്, എന്താണ് യഥാർത്ഥമായിട്ട് ഞാൻ ഫോളോ ചെയ്യേണ്ടത്? ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ 1500 എഴുത്തുകാര്, 40-ലധികം എഴുത്തുകാര് 1500 വർഷം കൊണ്ട് എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം. 40-ലധികം എഴുത്തുകാർ. പക്ഷേ ഇത് വായിക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്ന കാര്യം എന്താണ്? ഒരാൾ എഴുതിയ ഫീലിംഗ് ആണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. 40-ലധികം എഴുത്തുകാർ എഴുതിയതാണ്, പക്ഷെ വായിക്കുമ്പോൾ തോന്നുന്നത് ഒരാൾ. അതാരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 40 പേരെ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എഴുതിപ്പിച്ച വളരെ വിശാലമായൊരു മുറിയാണ് ഈ ബൈബിൾ. ബംഗ്ലാവ് 66 മുറികളുള്ള ഒരു ബംഗ്ലാവാണ് ഈ ബൈബിൾ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മോശയെക്കുറിച്ച് പറയുന്നു, അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, യഹൂദ വംശത്തെക്കുറിച്ച് പറയുന്നു, അന്യ മതസ്ഥരെ കുറിച്ച് പറയുന്നു, ദൈവമില്ലാത്ത വിഗ്രഹാരാധനകളെ കുറിച്ച് പറയുന്നു, പരിച്ഛേദനക്കാരെ കുറിച്ച് പറയുന്നു, ദാവീദിനെ കുറിച്ച് പറയുന്നു, യേശുവിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഒരുപാട് പേരെ കുറിച്ച് ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? എവിടെ കൂടെ പോയാൽ രക്ഷപ്പെടാം? ഇതൊരു വലിയ ചിന്തയാണ്. ഒറ്റ മറുപടിയുള്ളൂ, യേശു. പ്രിയമക്കളെ, 50-60 വർഷം പഴക്കമുള്ള പെന്തക്കോസ്തുകാരോട് ചോദിച്ചാൽ പോലും ഉത്തരം തരാനില്ല. ദുഃഖത്തോടെ പറയുകയാണ്. ആര്, എങ്ങനെ, എവിടെ ഫോളോ ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നു, ദാവീദിന്റെ വചനമുണ്ട്, അത് കേൾക്കണം, പിന്നെ അതുകൊണ്ട് ഇതുകൊണ്ട്. എന്നാൽ ആക്യുറേറ്റ് ആയിട്ട് ഒരു ഉത്തരം പലപ്പോഴും കിട്ടത്തില്ല. ഉത്തരം ഇതാണ്, യേശു. യേശുവിന്റെ പിന്നാലെ കൂടെ ഒരു നാളും ദുഃഖിക്കേണ്ടി വരത്തില്ല. ചില വാക്യങ്ങളിലൂടെ നമുക്ക് പോകാം. കുറിവാക്യമായിട്ട് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 19-20 വാക്യം. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം കൂടെയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 19-20 വാക്യം. തലയായവരിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ
ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും. നിർത്തുക. അവിടെ വായിക്കുന്നൊരു കാര്യമുണ്ട്. തലയായവനിൽ നിന്നല്ലോ അവയവങ്ങൾക്കെല്ലാം എന്തു വരുന്നത്? ചൈതന്യം വരുന്നത്. ഞാൻ ദുഃഖത്തോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇനി അത് മനസ്സിൽ വെച്ച് നോക്കിയാൽ മതി. ഈ ക്രിസ്ത്യൻ മതത്തില്, മറ്റു മതങ്ങളെ നമുക്ക് വിമർശിക്കാൻ പോകണ്ട, നമ്മുടെ ക്രിസ്ത്യൻ മതത്തില് വിഗ്രഹങ്ങളെ സേവിക്കുന്ന വ്യക്തികളുണ്ട്. നിങ്ങൾ അവിടെ മുഖത്തേക്ക് നോക്കണം, അവിടെ മുഖത്തൊരു ചൈതന്യമില്ല. നിങ്ങൾ ഇത് എഴുതി വെച്ചോ. അവർക്ക് ഭയങ്കര വെളുപ്പ് കാണും, ഭയങ്കര കണ്ണുകൾ കാണും, നല്ല മൂക്ക്, നല്ല ചുണ്ട്, പക്ഷെ എന്തില്ല? നിങ്ങൾ ഇനി കാണുമ്പോൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കണം. നിങ്ങൾ എന്തില്ല? ചൈതന്യമില്ല. കാര്യം എന്താണ്? തലയായവനുമായിട്ട് ഒരു നല്ല ബന്ധമില്ല. ഞാൻ പറയട്ടെ, ചില സമുദായങ്ങളെ പേരൊന്നും പറയുന്നില്ല, അവര് ഓരോ വ്യക്തികളെ എങ്ങനെ ചാക്കിടാൻ കഴിയും. പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ആരാണ്? സ്ത്രീകളാണ്. പുരുഷന്മാരെക്കാൾ ദൈവത്തെ അറിയാൻ താല്പര്യപ്പെടുന്നത് ആരാണ്? ഇവിടെ തന്നെ നോക്കിയേ, എത്ര പുരുഷന്മാരുണ്ട്? 1, 2, 3, 4, 5. പക്ഷെ എത്ര സ്ത്രീകളുണ്ട്? ഇത്രയും. കാര്യം എന്താണ്? സ്ത്രീകൾക്കാണ് അല്പം കൂടെ താല്പര്യവും വിശ്വാസം. അപ്പം അവരെ എങ്ങനെ വശീകരിക്കാം, ആ നിലവാരങ്ങളിൽ ഉപദേശത്തെ വളച്ചൊടിച്ചു. അങ്ങനെയാണ് ഈ അമ്മയെ ആരാധിക്കുന്ന നിലവാരങ്ങൾ പള്ളിയിൽ വന്നത്, അല്ലേ? സ്ത്രീക്ക് സന്തോഷമായി. എന്താണ്? അമ്മ ഞങ്ങളുടെ വർഗമാണ് ദൈവം. അപ്പോൾ അതുകൊണ്ട് കാര്യം നടന്നോ? ഇല്ല. സ്ത്രീ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം ദൈവം ആരെയാണ് സൃഷ്ടിച്ചത്? മനുഷ്യനെയാണ് ആദ്യം സൃഷ്ടിച്ചത്. മനുഷ്യന്റെ വാര്യല്ലുകളിൽ ഒരെണ്ണം എടുത്താണ് മാംസം പിടിപ്പിച്ച് സ്ത്രീയാക്കി മാറ്റിയത്. പുരുഷൻ ഉയർത്തുന്ന ഭാരം സ്ത്രീ ഉയർത്തത്തില്ല. പുരുഷനേക്കാൾ അല്പം താഴ്ത്തിയാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ പുരുഷന്റെ ദൈവമാകണമെങ്കിൽ സ്ത്രീക്ക് കഴിയുമോ? ആ ചിന്ത പലരെയും ഭരിക്കാറില്ല. അന്ധമായിട്ട് പ്രസ്ഥാനം അടിച്ചേൽപ്പിച്ച ഒരു വിശ്വാസത്തിന്റെ പുറകെ പോകുന്നവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും. മാതാവിനെ ആരാധിച്ച്, അല്ലെങ്കിൽ പുണ്യവാളത്തികളെ ആരാധിച്ച് ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും കഴിയുന്ന ഒരു വലിയ സമൂഹം. പക്ഷേ അവർക്ക് എന്തില്ല? ചൈതന്യമില്ല. കാര്യം തലയുമായി ബന്ധപ്പെട്ടാണ് മറ്റെല്ലാ അവയവങ്ങൾക്കും ആജ്ഞകൾ പുറപ്പെടുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നു, എനിക്ക് താല്പര്യമുണ്ട് ഈ കൈ കൊണ്ട് ഈ വെള്ളമെടുത്ത് കുടിക്കണം. എൻ്റെ കൈ മാത്രം വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. കൈ പൊങ്ങണമെങ്കിൽ തല എന്ത് ചെയ്യണം? ആജ്ഞ കൊടുക്കണം. വളരെ സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ മനസ്സിൻ്റെ താല്പര്യം അനുസരിച്ച് എന്ത് ചെയ്യും? തല ഒരു ആജ്ഞ കൊടുക്കും, കയ്യെ പൊങ്ങ്. അപ്പൊ എന്ത് ചെയ്യാ? കൈ പൊങ്ങി, കയ്യെ നീള. ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. കൈ നീണ്ടു, വെള്ളമെടുത്തു, ഞാൻ കുടിച്ചു. അപ്പോൾ കൽപ്പന പുറപ്പെടുന്ന കേന്ദ്രമാണ് തലച്ചോർ. നമുക്കറിയാം, ഇന്നും 30-40 ദിവസമായിട്ട് മരിക്കാതെ ജീവച്ഛവങ്ങളായി മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. തല ചത്തു, ഹൃദയം ചത്തില്ല. ഇവിടെ നമ്മുടെ മിനി റെസ്റ്റോറൻറ്റ് പണ്ട് പോളത്തോട്ടിൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന റെസ്റ്റോറൻ്റ് ആണ് മിനി റെസ്റ്റോറൻറ്റ്. വളരെ പേര് കേട്ട നല്ല നിലയിൽ പോയ ഒരു റെസ്റ്റോറൻ്റ്. അവിടുത്തെ ആഹാരം ഇപ്പോഴും ഞങ്ങൾ ഓർക്കാറുണ്ട്. നല്ല ആഹാരമാണ് ഇപ്പോഴും. തട്ടിപ്പ് കാണിച്ച് പൈസ ഉണ്ടാക്കിയവരല്ല, വളരെ മാന്യമായ രീതിയിൽ ആഹാരം കൊടുത്ത് ദൈവമക്കളാണ്. അവിടുത്തെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ചായ കുടിച്ചാൽ മതി, അങ്ങനത്തെ നല്ല ഹോട്ടലാണ്. അവിടുത്തെ ഒരു മകൻ അദ്ദേഹം പെട്ടെന്ന് ഒരാവശ്യമായിട്ട് ചിന്നക്കടയിലേക്ക് പോയി. ക്യാമ്പിൻ്റെ അടുത്ത് വെച്ച് പഴയ ചേതക് സ്കൂട്ടറാണ് ഓടിച്ചിരുന്നത്. ചേതക് സ്കൂട്ടറിന് കുഴപ്പമുണ്ട്, ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ എടുത്തടിക്കും. കാര്യം അതിൻ്റെ ഇഞ്ചിൻ ഒരു സൈഡിലാണ്. പഴയ ചേതക് സ്കൂട്ടറിൻ്റെ ഇഞ്ചിൻ ഒരു സൈഡിലാണ്.
ഒരാൾ പെട്ടെന്ന് കുറുക്ക് ചാടി. അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു, എടുത്ത് ഒറ്റയടി തല ചെന്ന് തറയടിച്ചു. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഇവിടെ എടുക്കത്തില്ല. നേരെ അന്ന് ഇത്രയും ഹോസ്പിറ്റലുകളില്ല, 10-20 വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നേരെ മെഡിക്കൽ കോളേജിൽ വിട്ടു. 30 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു. കൃപയാൽ 30-ാം ദിവസം എനിക്ക് അദ്ദേഹത്തെ ചെന്ന് കാണുവാനൊരു ഭാഗ്യം. അന്ന് ഞാൻ കൊച്ചാണെങ്കിൽ പോലും എൻ്റെ അമ്മ നേഴ്സായതുകൊണ്ട് അമ്മയുടെ പേരിൽ ഞാൻ അകത്ത് കയറി അദ്ദേഹത്തെ കണ്ടു. പിറ്റേ ദിവസം അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. പക്ഷേ 30 ദിവസവും എന്തുണ്ട്? ശ്വാസം പോകുന്നുണ്ട്, ഹൃദയം ജീവിക്കുന്നുണ്ട്, പക്ഷേ ചലനമില്ല. കാര്യം എന്താണ്? ആജ്ഞ കൊടുക്കാനുള്ള തല ചത്തു. മനസ്സിലായോ? തല നിർജീവമായതുകൊണ്ട് കൈകളും കാലുകളും ഒന്നും ചലിക്കുന്നില്ല, പക്ഷേ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ടൊരു ചലനമില്ല, എഴുന്നേൽപ്പില്ല, അവസാനം മരണം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കണ്ണുകളും ഹൃദയങ്ങളുമൊക്കെ ഇപ്പോൾ ആൾക്കാർ ദാനം ചെയ്യാറുണ്ട്. നമുക്കറിയാം അല്ലേ? തലച്ചോറ് ചത്തുപോയ ആൾക്കാരുടെ ഹൃദയവും കൈകൾ വരെ ഇന്നാളൊരു കൈ ഒരാൾ കൊടുത്തു. കൈ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാർ പറഞ്ഞു. കണ്ണ് കൊടുത്തു, കൈ കൊടുത്തു, ഹൃദയം, അതുപോലെ കരള്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞത്, തല ചത്തുപോയാൽ അവയവങ്ങൾക്ക് പ്രവൃത്തിയില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, ക്രിസ്ത്യാനിയെ, നിനക്ക് തലയുമായി ഒരു ബന്ധമുണ്ടോ? വിശ്വാസിയെ, നിനക്ക് പാസ്റ്ററുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യമല്ല ചോദിക്കുന്നത്. പാസ്റ്റർ കുടുംബമായി നല്ല ബന്ധമാണോ? അതൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷെ അതുകൊണ്ടൊന്നും വളർച്ചയില്ല, ചലനമില്ല. യേശുവുമായി നിനക്ക് ബന്ധമുണ്ടോ? തലയെ നീ മുറുകെ പിടിക്കാറുണ്ടോ? അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ് തെറ്റിക്കരുത്. ഇന്നത്തെ സംഭവങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഈ വാക്യം. ഇന്ന് നിങ്ങൾ കാണുന്ന പല സംഭവങ്ങൾക്കുമുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ് ഈ വാക്യം. ഒന്നും തുറന്നു പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്താ വായിച്ചത്? താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ച് തന്റെ ജഡമനസ്സിനാൽ വെറുതെ ഒരു ഫലവുമില്ലാത്ത ചീർക്കൽ. വല്ല ഗുണമുണ്ടോ? വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. വളരെ ആഴമായി ഗ്രഹിക്കേണ്ട ഒരു സത്യമാണ്. ഓൺലൈനിൽ കാണുന്നവരെ, പല ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ മറുപടി, ഈ വാക്യം. തലയെ മുറുകെ പിടിക്കുന്നവൻ നിങ്ങളെ തെറ്റിക്കുകയല്ല, നിങ്ങൾക്ക് ബിരുദ നൽകുകയാണ്, നിങ്ങളെ ജയാളിയാക്കുകയാണ്. തലയെ മുറുകെ പിടിക്കാത്തവൻ നിങ്ങളെ ക്ലീനായി ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ച് വെറുതെ ചീർത്ത് നിങ്ങളെ ചതിക്കുകയാണ്. എന്നാൽ യേശുവാകുന്ന തലയെ മുറുകെ പിടിക്കുന്നവനാണ് നടത്തിപ്പുകാരനെങ്കിൽ, ശുശ്രൂഷകനെങ്കിൽ നിങ്ങളെ ജയാളിയാക്കുകയാണ്. കാര്യം, തലയായവൽ നല്ലോ ഓരോ അവയവങ്ങൾക്കും ചൈതന്യം വരുന്നത്. അപ്പോൾ യേശുവുമായുള്ള ബന്ധമാണ് എൻ്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത്. ഇത് ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതി വെക്കണം. പല ആൾക്കാരും മുമ്പ് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ ഒരു വിറയൽ, പട്ടുപോയി മക്കളെ. കാര്യം, അവരാരെ കണ്ട് വന്നതാണ്? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാനും അത് കണ്ട് എന്ത് ചെയ്തു? സ്വല്പം ഒന്ന്, നമുക്കറിയത്തില്ല കാര്യങ്ങൾ, തുടക്കമാണ്, അറിയത്തില്ല. നമ്മൾ വിചാരിച്ചു, എന്നെ ഒന്ന് നല്ല പൊക്കത്തി പറയുന്നുണ്ട്, ഇരിക്കട്ടെ.
പക്ഷേ അതുകൊണ്ട് എന്ത് കിട്ടിയില്ല? ചൈതന്യം കിട്ടിയില്ല. കുറെ തട്ടിയും മുട്ടിയും ഒക്കെ പോയി, പക്ഷേ അവസാനം ഇടറിപ്പോയി. ചൈതന്യമുണ്ടെങ്കിലേ ഇടർച്ചകളെ മറികടക്കുവാൻ കഴിയൂ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഞാൻ ചോദിക്കട്ടെ സഹോദര, ഓണിൽ കാണുന്നവരെ, നിനക്ക് യേശുവുമായി ബന്ധമുണ്ടോ? തലയായവനായ യേശുവുമായി ബന്ധമുണ്ടോ? അങ്ങനെയെങ്കിൽ നീ എന്നും ചൈതന്യമുള്ളവനാണ്. നിനക്ക് മരണമില്ല, നിനക്ക് ദോഷമില്ല. ഈ തല നിന്നെ പരിപാലിക്കും. യേശുവാകുന്ന തല നിന്നെ പരിപാലിക്കും. നിന്നെ ജയാളിയാക്കോ, നിന്നെ മുന്നോട്ട് കൊണ്ടുപോകോ, നിന്നെ പരിപാലിക്കോ. തീയടുക്കൽ വരുമ്പോൾ തൊടരുത്, തീയാണ് എന്ന കൽപ്പന തല പുറപ്പെടുവിക്കും. വെള്ളത്തിൽ വീഴുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങരുത് എന്നൊരു കൽപ്പന ദൈവം തല കൽപ്പിക്കും. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ തല കൽപ്പിക്കും, വണ്ടി വരുന്നു ഇറങ്ങരുത്, അല്പം കാത്തിരിക്കും. തലയായവരിൽ നിന്ന് തക്ക സമയങ്ങളിൽ നിനക്ക് ആജ്ഞകൾ പുറപ്പെടുകയാണ്. അത് നിന്റെ ഉയർച്ചയ്ക്കുള്ള ആഗ്രഹമാണ്. ഞാൻ ചോദിക്കട്ടെ, വെള്ളം കുടിക്കാൻ മാത്രമാണോ തല ആജ്ഞ പുറപ്പെടുവിക്കുന്നത്? നിങ്ങളുടെ പിറകില് ഒരു തീ കത്തുകയാണ്, നിങ്ങൾ അറിയുന്നില്ല, മെഴുതിരിക്കുകയാണ്. നിങ്ങൾ പതുക്കെ അടുത്തോട്ട് പോകുന്നു. ചെറിയ ചൂടടിക്കുമ്പോൾ തന്നെ തല ആജ്ഞ കൊടുക്കുകയാണ്, കൈ വലിക്ക. അല്ലേ? നിങ്ങൾ എന്ത് ചെയ്തു? കൈ വലിച്ചു. വേണ്ട, അത് പോട്ടെ. നിങ്ങളുടെ കണ്ണിന് നേരെ ഒരു മൺപൊടി വരികയാണ്. നിങ്ങൾ അറിയുന്നില്ല, വളരെ ചെറിയ പൊടിയാണ്. പക്ഷേ അത് കാണുന്ന കണ്ണ് തലയുമായി ബന്ധപ്പെട്ട് ആ തല ഒരു ആജ്ഞ കൊടുക്കുകയാണ്, കണ്ണ് അടയുക. കണ്ണടഞ്ഞു. മനസ്സിലായോ? അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തല പ്രവർത്തിക്കുന്നത്. തിന്മയ്ക്ക് വേണ്ടി ആയിരുന്നെങ്കിൽ നാം എന്നേ ചത്ത നശിച്ചു പോയേനെ. അങ്ങനെയെങ്കിൽ കർത്താവാകുന്ന തല എത്രയധികം നന്മയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യ തലകൾ, ലോകപ്രകാരമുള്ള തലകൾ നന്മയ്ക്ക് വേണ്ടി ആജ്ഞ കൊടുക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്ക്. ലോകപ്രകാരം പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച തല നന്മയ്ക്ക്, ദൈവസൃഷ്ടിയായ തല നന്മയ്ക്ക് ആജ്ഞ കൊടുക്കുന്നുവെങ്കിൽ തലയായവൻ എത്രയധികം നന്മയ്ക്ക് ആജ്ഞ കൊടുക്കും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. പ്രിയമക്കളെ, പലപ്പോഴും ഒരു കാര്യം ആൾക്കാർ ചിന്തിക്കാറുണ്ട്, പാസ്റ്ററെ ഇന്ന സ്ഥലത്ത് ഞാൻ പോയി, അവിടെ ഞാൻ അംഗത്വം എടുത്തു, അവിടെ യഥാർത്ഥമായിട്ട് വചനം ലഭിക്കുന്നില്ല. പക്ഷെ ഞാൻ ചെല്ലുന്നത് ആരെ കാണാൻ വേണ്ടിയാണ്? ദൈവത്തെ കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടുമോ? പക്ഷേ അതിനകത്തൊരു മറുപടി ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മൾ പോകുന്ന ആലയവും നമ്മുടെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ പോകുന്ന ആലയത്തിൽ യേശുവില്ലെങ്കിൽ നമുക്കവിടെ ഉയർച്ചയില്ല. ചിലപ്പോൾ താൽക്കാലികമായ പല കാര്യങ്ങൾ കണ്ടേക്കാം. മനുഷ്യൻ എപ്പോഴും താൽക്കാലികമായ കാര്യങ്ങളുടെ പിന്നാലെയാണ്. പക്ഷേ സത്യമായ കാര്യങ്ങൾക്ക് അല്പം കാത്തിരിക്കേണ്ടതുണ്ട്, അല്പം വില കൊടുക്കേണ്ടതുണ്ട്. സത്യം എപ്പോഴും അത് മറഞ്ഞിരിക്കുന്നതാണ്, അത് മർമ്മമാണ്. ദൈവാനുഗ്രഹം വേണമെങ്കിൽ അല്പം കൂടെ പ്രാർത്ഥിക്കണം, കാത്തിരിക്കണം, ഒരുക്കപ്പെടണം. ലോകപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, അല്ലേ? നമ്മളിപ്പോൾ ഒരു കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോകുന്നു, അവിടെ ചെന്നൊരു പേപ്പർ വേണം. നമ്മൾ പറയാം, നമ്മൾ അവിടുത്തെ ആ പ്യൂണിനെ കണ്ടിട്ട് പറയുകയാണ്, ഇതിരിക്കട്ടെ ഇരിക്കട്ടെ, എളുപ്പം പേപ്പർ. പക്ഷേ എല്ലാ കാലത്തും അത് നടക്കത്തില്ല. ഇടയ്ക്ക് എന്തൊരും ചിലപ്പം ഈ പ്യൂണ് മാറിയെന്ന് വരാം, ഓഫീസർ മാറിയെന്ന് വരാം. എല്ലാ കാര്യത്തും തട്ടിപ്പും വെട്ടിപ്പും നടക്കത്തില്ല. പക്ഷെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ചിലതിനെ അവിടെ പോസ്റ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ എപ്പോഴും ശക്തവും വ്യക്തവും നിത്യവുമായ കാര്യം ദൈവത്താൽ ലഭിക്കുന്ന അനുഗ്രഹമാണ്. മാനുഷ്യകരങ്ങൾ കൊണ്ട് ഞാൻ ഓർക്കുന്നു, എൻ്റെ അനുജന് ഇസ്രായേലിൽ പോകണം.
ഞാൻ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ പോകുന്ന കാര്യങ്ങൾക്ക്. പക്ഷേ അവർ പല വിധത്തിൽ പല മാർഗങ്ങൾ നോക്കി. പക്ഷേ ഒരുപാട് പൈസ പല വിധത്തിൽ അതിനോട് ചിലവഴിക്കാനിടയായി. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അതല്ലായിരുന്നു. അപ്പോൾ തന്നെ ആ പണമെല്ലാം വെറുതെ നഷ്ടപ്പെടുവാനിടയായി. ഒരുപാട് പൈസ അതിൻ്റെ പുറകെ കൊടുക്കുവാനിടയായി. ഞാൻ പറഞ്ഞത്, ഏതു കാര്യങ്ങളിലും ഒരു ദൈവപ്രവൃത്തിയാണ് നമുക്ക് ആവശ്യം. പ്രാർത്ഥിക്കുക, ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. ആരോടോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. പാസ്റ്ററെ, ഞാൻ ദൈവത്തെ സേവിക്കുന്നവളാണ്, ഇത്രാം വയസ്സിൽ സ്നാനപ്പെട്ടു, ഇതുവരെയും എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. പക്ഷേ നീ പ്രാർത്ഥിക്കുമെങ്കിൽ അത്ഭുത വഴികൾ ദൈവം തുറക്കും. ഇതുവരെ കാണാത്ത നിത്യമായ അത്ഭുത ക്രിയകൾ ദൈവം ചെയ്യും. ഒരു അനുഗ്രഹം കിട്ടുന്ന നല്ല കാര്യം, സുരക്ഷിതമായ ഒരു അനുഗ്രഹം വേണം. സംരക്ഷിക്കപ്പെടുന്ന നിത്യമായ ഉയർച്ചയുള്ള മാന്യതയുള്ള നിന്നയില്ലാത്ത ഒരു അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. പെട്ടെന്നൊരു ഉയർച്ചയല്ല വേണ്ടത്, ദൈവം തരുന്നത് മതി. അതിനുവേണ്ടി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കൂ. പറഞ്ഞു വന്നത്, നീ പോകുന്ന ആലയവും നിന്റെ അനുഗ്രഹവുമായി വളരെ ബന്ധമുണ്ട്. ഞാൻ പറയാറുണ്ട്, എറണാകുളത്തേക്ക് പോകണമെങ്കിൽ എറണാകുളത്തേക്കുള്ള ബസ്സിൽ കയറണം. അറിയാതെ കയറി ഇരിക്കുകയാണ്, ടിക്കറ്റ് ചോദിച്ചു, ട്രിവാൻഡ്രം. പകുതി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടക്ടർ വന്നത്, ഒരു ട്രിവാൻഡ്രം ടിക്കറ്റ്. അപ്പോഴാണ് കണ്ടക്ടർ പറയുന്നത്, ഇത് ട്രിവാൻഡ്രം പോകുന്ന വണ്ടിയല്ല, എറണാകുളം പോകുന്ന വണ്ടിയാണ്. അവർ പറഞ്ഞു, എനിക്ക് ഇറങ്ങണം. അപ്പോൾ കണ്ടക്ടർ പറയാ, സോറി, ഇവിടെ ഇറങ്ങാൻ ഒക്കത്തില്ല, ഇവിടെ സ്റ്റോപ്പ് ഇല്ല, ഇത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്. ഇനി ആലപ്പുഴയിലെ അല്ലേ ഇനി ആലപ്പുഴയിലെ സ്റ്റോപ്പുള്ളൂ. എറണാകുളത്തേക്ക് പോകുന്ന വണ്ടിയാണ്, ട്രിവാൻഡ്രത്തേക്കാണ് പോകേണ്ടത്, തിരിഞ്ഞുപോയി. ഓക്കെ, അപ്പോൾ ഇനി ആലപ്പുഴയിലെ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ആലപ്പുഴ വരെ കാത്തിരുന്ന് ആലപ്പുഴയിൽ ഇറങ്ങി ഏത് വണ്ടി കയറണം? ട്രിവാൻഡ്രം വണ്ടിയിൽ കയറണം. തെറ്റായ വണ്ടിയിൽ കയറിയാൽ എത്തേണ്ടടുത്ത് എത്തേണ്ട സമയത്ത് എത്തത്തില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയും നമ്മുടെ ഡെസ്റ്റിനേഷനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നീ പോകുന്ന ആലയം നിന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു? നിന്റെ താല്പര്യം എന്താണ്? നിന്റെ താല്പര്യം സ്വർഗത്തിലേക്ക് പോകാനാണോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന വണ്ടി ആയിരിക്കണം നിന്റെ ആലയം. ഒരാമയം പറഞ്ഞാട്ട്, നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന വണ്ടി ആയിരിക്കണം നിന്റെ ആലയം. എന്നിലേക്ക് കൊണ്ടുവരുന്ന ആലയമല്ല, മനുഷ്യരിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ആലയമല്ല, തക്കാപ്പിച്ചയിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ആലയമല്ല, സ്വർഗതലങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ആലയത്തിൽ വേണം നീ പോകുവാൻ. ഇരമ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങളൊന്ന് വായിക്കണം. ഇതൊക്കെ ആഴമേറി പഠിക്കേണ്ട വാക്കുകളാണ്. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, വായിച്ചോ. പ്രവാചകന്മാർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. അതുകൊണ്ട് യഹോവ, ഞാൻ അയക്കാതെ എന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകും. അവരുടെ പ്രവചനം കേട്ട ജനമോ യെരൂശലേമിന്റെ വീഥികളിൽ ക്ഷാമവും വാളും ഹേതുവായിട്ട് വീണ് കിടക്കും. മതി നോക്കുക, ആ ജനം എന്ത് ചെയ്തു? അവരും വീണ് കിടക്കുമെന്ന്. അവർ ദൈവത്തെ കാണാൻ വേണ്ടി പോയതാണോ? അവർ പ്രവചനം കേൾക്കാൻ പോയതാണ്, കള്ളപ്രവചനം കേൾക്കാൻ പോയതല്ല. പക്ഷേ അത് തിരിച്ചറിഞ്ഞില്ല. കള്ളപ്രവചനം കേട്ട് എന്ത് ചെയ്തു? ആമേൻ പറഞ്ഞു. തെറ്റായ വണ്ടിയിൽ കയറി, തെറ്റായ വണ്ടിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും എന്ത് ചെയ്തില്ല? അതിൽ നിന്ന് ഇറങ്ങിയില്ല. ഇപ്പോൾ ഇതാ വീണ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. നിങ്ങൾ പോകുന്ന ആലയവും നിങ്ങളുടെ ഉയർച്ചയുമായി വലിയ ബന്ധമുണ്ട്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു
ഒരു കാര്യം ദുഃഖത്തോടെ പറഞ്ഞു. തൊട്ടടുത്ത് ഒരാലയം, 50 അനർത്ഥ മരണങ്ങളാണ്. ഞാൻ പറഞ്ഞത് കത്തോലിക്കനെ കുറിച്ചല്ല, പെന്തക്കോസ്ത് ആലയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്താണ്? സമാന്തരമായി പോകുന്ന നിലവാരങ്ങൾ, ദൈവവുമായി ബന്ധമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല. ഇന്ന് ജയിലിൽ കിടക്കുന്ന ഒരു ചെറുക്കനുണ്ട്, അലക്സ്. പരമാർത്ഥമാണെങ്കിലും പറഞ്ഞേ മതിയാകും. ഈ ആലയത്തിലെ ഒരു വിശ്വാസിയുടെ മകനാണ് അലക്സ്. ചെറുപ്പകാലങ്ങളിൽ അവിടെ സൺഡേ സ്കൂൾ പഠിച്ച മകൻ. പക്ഷേ അവൻ എന്ത് കൊടുത്തില്ല? വിശ്വാസം കൊടുത്തില്ല. അവനെ ഇട്ടുപയോഗിച്ചു. ഒരു കോളേജ് പ്രവർത്തകര് കോളേജ് പ്രവർത്തകര്, അതിൻ്റെ പേരൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല, അവനെ ഉപയോഗിച്ചു. പക്ഷെ എന്ത് കൊടുത്തില്ല? വിശ്വാസം കൊടുത്തില്ല. നടന്ന കാര്യം കേൾക്കണോ? ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ കയറി ഒരു മുസ്ലിം സ്ത്രീയെ കൊന്ന് അവരുടെ കഴുത്തിൽ കിടന്ന മാല അപഹരിച്ചു. അവനും അവൻ്റെ കാമുകിയും കൂടെ ചേർന്ന്. എന്നിട്ട് ആരും കണ്ടില്ല, ആരും കേട്ടില്ല. ഒരു മുസ്ലിം പേപ്പറിൽ വായിച്ച കാര്യമാണ്. കൊല്ലംകാരനാണ്, പക്ഷേ അങ്ങ് ദൂരെ അങ്ങാണ്ട് പോയിട്ടാണ് ചെയ്തത്. മുസ്ലിം സ്ത്രീയെ കൊന്നു. വിശ്വാസിയുടെ മകനാന്ന് ഓർക്കണം. സത്യസഭയിൽ വർഷങ്ങൾ നിന്നവനാണ്. കോളേജ് പ്രവർത്തനങ്ങളിൽ അവനെ ഉപയോഗിച്ചു. അവന് വിശ്വാസം കൊടുത്തില്ല. നോക്കുക, അവനെ കൊന്നു. കൊന്നിട്ട് ഈ കാമുകിയും അവനും കൂടെ ഒരു കാറിൽ കയറി യാത്ര പോവുകയാണ്. ആരും കണ്ടില്ല. യാത്രയിൽ അവൻ വീമ്പടിക്കാൻ തുടങ്ങി. ഈ അലക്സ് എന്ന് പറയുന്ന ആ ചെറുക്കൻ വീമ്പടിച്ചത് എന്താണ്? അവൻ അവിടെ ജോലി ചെയ്തു. അപ്പോൾ അവൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്തെക്കുറിച്ച് ഈ ഡ്രൈവർക്ക് അറിവ് കിട്ടി. പോലീസ് അന്വേഷിച്ചു, ഒരു തുമ്പുമില്ല. ഈ ഡ്രൈവർ പോലീസിന് അറിവ് കൊടുത്തു. ഇന്ന പോലെ എന്നെ വണ്ടിയിൽ ഒരുത്തൻ കയറി, വണ്ടിക്കകത്തിരുന്ന് എനിക്ക് അവരെ സംശയം തോന്നി, എന്തോ കുറ്റകൃത്യം ചെയ്തവരാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവർ ഇന്ന കാര്യം പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ കൊല്ലത്ത് ഒരു ഗവൺമെൻറ് സ്ഥലത്ത് ഒരു ESIയിലാണെന്ന് തോന്നുന്നു, അവരെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ പേര് കിട്ടി. അവനെ അറസ്റ്റ് ചെയ്തു. ഇന്നും അവൻ ജയിലിൽ കിടക്കുകയാണ്. കാര്യം എന്താണ്? വിശ്വാസം കൊടുത്തില്ല. അവൻ്റെ കഴിവുകളെ ഉപയോഗിച്ചു, അവനെ ഊറ്റി. പക്ഷെ അവനെ വിശ്വാസ തലങ്ങളിലേക്ക് ഉയർത്തിയില്ല. ജീവിക്കുന്നൊരു ദൈവമുണ്ട് എന്നവനെ പഠിപ്പിച്ചില്ല. ഞാൻ വളരെ ആഴമേറിയ കാര്യമാണ് സംസാരിക്കുന്നത്. നീ പോകുന്ന ആലയവും നിന്റെ ഭാവിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നിന്നെ എങ്ങനെയാണ് നീ പോകുന്ന ആലയം ട്രീറ്റ് ചെയ്യുന്നത്? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിനക്ക് ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് ആലയം തരുന്നത്? ഇവിടെയാണ് ആലയമാകുന്നത്. രൂപം കൊണ്ടല്ല, കുറെ ഏറെ പേർ ഉള്ളത് കൊണ്ടല്ല, പാസ്റ്റർ മുഖവെളുപ്പ് കൊണ്ടല്ല. നിനക്ക് ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ. ഓരോ കൂട്ടായ്മയിലും നീ പോകുമ്പോൾ നിനക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നിന്റെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? ജീവിക്കുന്നൊരു ദൈവമുണ്ട് എന്നൊരു ചിന്ത നിന്നെ ഭരിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് വളരെ വളരെ ആഴമേറിയ കാര്യമാണ്. ഈ ചിന്തയാണ് നിന്റെ മുട്ടിനെ മടക്കുന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട്, പരസ്യ പ്രാർത്ഥനയല്ല, രഹസ്യ പ്രാർത്ഥനയ്ക്കായിട്ട് നിന്റെ മുട്ടിനെ മടക്കുന്നത് നീയും ദൈവമായുള്ള ബന്ധമാണ്. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയാണ്. ചില കാര്യങ്ങൾ നാം ആഴമായിട്ട് മനസ്സിലാക്കണം. ആൾപ്പെരുപ്പത്തിൽ ഒന്നുമല്ല കാര്യം. മുഖസ്തുതിയിലല്ല കാര്യം, സംവിധാനങ്ങളിലല്ല കാര്യം, ബാങ്ക് ബാലൻസിലല്ല കാര്യം,
പാസ്റ്ററുടെ സൗന്ദര്യത്തിലല്ല കാര്യം. നിന്നെ സഭ എവിടേക്ക് കൊണ്ടുപോകുന്നു? ഒരാമേൻ പറഞ്ഞാട്ട്. ഓരോ ദിവസവും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ആരാധന നടത്തുന്നുണ്ട്. നിന്നെ ഈ ദൈവസഭ എവിടേക്ക് കൊണ്ടുപോകുന്നു? എവിടേക്ക് പോകുന്നു? ദൈവമായുള്ള നല്ല ബന്ധത്തിന് സഹായിക്കുന്ന വചനങ്ങളാണോ നിനക്ക് ലഭിക്കുന്നത്? നീയും ദൈവമായുള്ള ബന്ധം ആഴമേറിയ ബന്ധമായി മാറുകയാണോ? ദൈവസ്നേഹത്തിന്റെ നീളത്തിലേക്ക്, വീതിയിലേക്ക്, ഉയരങ്ങളിലേക്ക് നീ പോകുകയാണോ? നീ ഭാഗ്യവാനാണ്. നീ പോകുന്ന ആലയം അത് സ്വർഗത്തിലേക്ക് ഉയരുന്ന ആലയമാണ്. വ്യത്യസ്തമാണെങ്കിൽ നീ വണ്ടി നിർത്താൻ ആവശ്യപ്പെടണം. എനിക്കിറങ്ങണം, ആളിറങ്ങണം, ആളിറങ്ങണം, എനിക്കിറങ്ങണം. എനിക്ക് സത്യാലയം വേണം. എനിക്ക് വേണ്ടത് വിശ്വാസമാണ്. എനിക്ക് വേണ്ടത് കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല. എനിക്ക് വേണ്ടത് ദൈവത്തിലുള്ള ആഴമായ ഒരു വിശ്വാസമാണ്. എന്നെ സഹായിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ലോകപരമായിട്ട് ഒരു നേരം ഭക്ഷണം തരാൻ കഴിയുമായിരിക്കും, ഒരു ഉടുപ്പ് വാങ്ങിത്തരാൻ കഴിയുമായിരിക്കും. പലർക്കും അതാ ഒരു നേരം കിട്ടുന്ന ആഹാരം മതി കേട്ടോ. ഭർത്താവ് എല്ലാ ദിവസവും ആഹാരം കൊടുക്കുകയാണ്. കള്ളക്കാമുകൻ ഒരു ദിവസം എന്ത് ചെയ്തു? കൊണ്ടുപോയി നല്ല ആഹാരം മേടിച്ചു കൊടുത്തു, ഒരു സാരിയും മേടിച്ചു കൊടുത്തു. എന്തിനാണ് നിങ്ങൾ എന്നിട്ട് കൊള്ളാം, ഒരു സാരി പോലും വാങ്ങിത്തരത്തില്ല. 100 കണക്കിന് സാരിയാണ് ഭർത്താവ് വാങ്ങിക്കൊടുത്തത്. 100 നേരത്തെ ആഹാരമാണ് കൊടുത്തത്. ഒരു നേരം ആഹാരം കിട്ടിയപ്പോൾ നല്ല ഭർത്താവിന് എന്ത് ചെയ്യുക? ഇതേ കാര്യം ഞാൻ ദൈവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. നല്ല ഭർത്താവ് ആരാ? നിന്റെ ദൈവമാ. കള്ളക്കാമുകൻ ആരാ? പിശാചാ. ഓ, കള്ളപ്രവാചകനോ, തട്ടിപ്പുകാരനോ, ഓ നല്ല മണവാളൻ എത്ര നേരത്തെ ആഹാരമാണ് നിനക്ക് വേണ്ടി ഒരുക്കുന്നത്? എത്ര നല്ല വസ്ത്രമാണ് ഇതുവരെ നിന്നെ പരിപാലിച്ച് അവനെ നിന്ദിക്കരുത്. നമുക്ക് കാര്യമുള്ളത് ദൈവമായിട്ടാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എവിടെ അവസാനിക്കേണ്ടത്? ദൈവത്തിലാണ് അവസാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, രക്ഷ പ്രാപിക്കാൻ നല്ല മാർഗം യേശുവുമായി ഒരു നല്ല ബന്ധം പുലർത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ പരമാർത്ഥമായി സംസാരിക്കുന്നൊരു കാര്യമുണ്ട്. എനിക്ക് യേശുവിൻ്റെ ഉപദേശങ്ങളൊക്കെ ഇഷ്ടമാണ്. 2 കാര്യങ്ങൾ എനിക്ക് വല്ലാതെ സങ്കടം ഉണ്ടാകും, എന്നെ പേടിപ്പിക്കും. 2 കാര്യങ്ങൾ. ഒന്ന്, യേശു പറഞ്ഞു, സ്ത്രീയെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. മറ്റൊന്ന്, യേശു പറഞ്ഞു, നിന്റെ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും. ഇതിന്റെ ആഴങ്ങൾ പലപ്പോഴും എന്നെ ഭയപ്പെടുത്താറുണ്ട്. ഒരു പുരുഷനാണെങ്കിൽ അറിയാതെങ്കിൽ ഒരു സ്ത്രീയെ നോക്കിപ്പോകും. അത് അവന്റെ മേക്കാണ്. എന്താണ്? അവന്റെ സൃഷ്ടിപ്പാണ്. അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സെക്സ് ഈസ് നോട്ട് സിൻ. മിസ് യൂസ് ഓഫ് സെക്സ് ഈസ് സിൻ. സെക്സ് ഒരിക്കലും പാപമല്ല, പക്ഷേ അതിന്റെ ദുരുപയോഗമാണ് പാപം. എൻ്റെ വാക്കുകളല്ല, പ്രസിദ്ധനായ ബില്ലി ഗ്രഹാമിന്റെ വാക്കുകളാണ്. സെക്സ് ഈസ് നോട്ട് സിൻ, ബട്ട് മിസ് യൂസ് ഓഫ് സെക്സ് ഈസ് സിൻ. ഒരു സ്ത്രീയെ നോക്കുന്നു, അവളുടെ സൗന്ദര്യത്തെ നോക്കുന്നു. അത് സൃഷ്ടിപ്പിൽ അങ്ങനെയാണ് നിന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. പക്ഷേ ആ നോട്ടം എന്ത് ചിന്തയാണ് നിന്നിൽ ഉളവാക്കുന്നത്? ആ ചിന്തയിൽ എങ്ങനെ നീ മുന്നോട്ട് പോകുന്നു? അതിൻ്റെ അവസാനം എന്താണ് നീ താല്പര്യപ്പെടുന്നത്? അവിടെയാണ് ഒരു വാക്യം. എന്താണ്? മോഹം
ഗർഭം ധരിച്ച് പാപത്തെ പെറുന്നു. മോഹം തെറ്റല്ല, പക്ഷെ അത് ഗർഭം ധരിക്കരുത്. ഗർഭം ധരിക്കാൻ അനുവദിക്കരുത്. മനസ്സിലായോ? മോഹത്തെ ഗർഭം ധരിക്കാൻ അനുവദിക്കരുത്. ഈ കാര്യങ്ങൾ പലപ്പോഴും, പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഇതും കർത്താവ് അതിനുള്ള കൃപ തരുമെന്നാണ് എൻ്റെ വിശ്വാസം, പുരാമയം പറഞ്ഞാട്ട്. പക്ഷേ ഇതിന് രണ്ടും മരണശിക്ഷ യേശു കൽപ്പിച്ചില്ല. എൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ഒക്കൂ. എൻ്റെ അർത്ഥം എന്താണ്? ആ സ്വഭാവത്തെ നീ നിയന്ത്രിക്കണം. ഒരു 40 വയസ്സ് കഴിയുമ്പോഴേ നമുക്ക് എന്തുള്ളൂ? ഒരു പക്വത കിട്ടത്തുള്ളൂ, അല്ലേ? 40 വയസ്സ് വരെ നമ്മൾ ആരാണ്? കളിച്ച് അറിയത്തില്ല എന്താണ് വഷളത്വം, എന്താണ് അതിക്രമം എന്ന് അറിയത്തില്ല. പക്ഷേ ഒരു നല്ല ആലയവുമായി ബന്ധപ്പെടുമെങ്കിൽ എന്ത് കിട്ടും? ഉള്ള കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, കുഞ്ഞുങ്ങളെ നിർബന്ധമായി എവിടെ കൊണ്ടുവരണം? ആലയത്തിൽ. അവർക്ക് എന്ത് കിട്ടും? എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാട് കിട്ടും. 22ാമത്തെ വയസ്സിലാണ് ഞാൻ പോലീസിൽ കയറുന്നത്. അപ്പോൾ നിയമങ്ങളെക്കുറിച്ച് എനിക്കെന്ത് കിട്ടി? അറിവ് കിട്ടി. എന്താണ് സ്ത്രീയുമായുള്ള നിയമം? 16 വയസ്സ് താഴെയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയോ അവരുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്? അത് വളരെ 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 കൂടിയ ശിക്ഷ കിട്ടുന്ന ഒരു തെറ്റാണ്. നിയമം അങ്ങനെ പറയുന്നു. എല്ലാം തുറന്നു പറയാൻ കഴിവില്ല. അത് ചെയ്യാൻ പാടില്ല. കാര്യം എന്താണ്? ആ നിയമം അത് പറയുന്നുണ്ട്. അതെന്താണ്? തെറ്റാണ്. പക്ഷേ നമുക്കറിയാമോ? അമ്മമാര് പഠിപ്പിക്കുമോ? ആ നിയമത്തെക്കുറിച്ചുള്ള അവബോധം കിട്ടി. അതുപോലെ ദൈവസഭയിൽ നാം ആയിരിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം, ഏത് ചുവടുകൾ വെക്കണം എന്നുള്ള അറിയിപ്പ് കിട്ടുകയാണ്. റീസെൻ്റ്ലി എനിക്ക് കിട്ടിയ ഒരു കാര്യം ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്താണ് വഷളത്വം? നമുക്കറിയത്തില്ല. ചില ആൾക്കാരാണെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോഴത്തേക്ക് വളരെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വസ്ത്രം ധരിക്കാറുള്ളത്. മാന്യമായ വസ്ത്രധാരണമുണ്ട്. അത് ചെയ്യാതെ എന്തു ചെയ്യും? അതെന്താണ്? മറ്റുള്ളവരെ വഷളാക്കുന്ന പ്രവൃത്തിയാണ്. അതിൻ്റെ പേരാണ് വഷളത്വം. ആര് പറഞ്ഞു തരും? വചനം. ഒരമ്മയും പറഞ്ഞാട്ടെ, എടാ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കുന്നു, എന്നൊക്കെ എന്താണ് അല്ലേ? നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനല്ലേ? നീ വേണമെങ്കിൽ നോക്കണ്ട. അല്ല, നാം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആരായി മാറുകയാണ്? വഷളത്വം പ്രവർത്തിക്കുന്നവരാകുകയാണ്. ചില പാപങ്ങളുടെ പിന്നിലെ പാപം എന്താണ്, അതിൻ്റെ ആഴം എന്താണെന്ന് നാം ബോധ്യപ്പെടുമെങ്കിൽ ആ പാപത്തെ നമുക്ക് ഒഴിയാൻ കഴിയും. ഞാൻ പറഞ്ഞതിനായി സ്തോത്രം. മനസ്സിലാക്കുക. ഞാൻ യാത്ര പോകുന്നു, ഒരിടത്തേക്ക് പോകുന്നു, എൻ്റെ വസ്ത്രധാരണം കൊണ്ട് ആരെങ്കിലും വഷളാക്കപ്പെടുമോ? ആരെങ്കിലും തിന്മയിലേക്ക് പോകുമോ എന്ന ചിന്ത കൂടെ നമുക്ക് വേണം. മാന്യമായ ഒരു ചുരിദാർ ധരിക്കുന്നു, അതൊന്നും തെറ്റൊന്നുമല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി, ജഡീകമായി ആകർഷിക്കാൻ വേണ്ടി ഉള്ള വഷളത്ത പരിപാടികൾ വസ്ത്രധാരണത്തിൽ പാടില്ല. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞത് ഇതെല്ലാം മനസ്സിലാക്കുന്ന എങ്ങനെയാണ്? യേശുവുമായി അടുത്ത് ഇടപെടുമ്പോൾ, വചനം നന്നായി പഠിക്കുമ്പോൾ ആ അരുളപ്പാട് ലഭിക്കുകയാണ്. വചനം യഥാർത്ഥമായി സത്യസഭയിൽ പുറപ്പെട്ടു വരുന്നു. അത് നിന്നെ നിയന്ത്രിക്കുകയാണ്, നവീകരിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളെ മാറ്റി നിന്നെ ഒരുക്കി ഒരുക്കി ഒരുക്കിയെടുത്ത് ഒരു 916 ക്വാളിറ്റി ഉള്ള സ്വർണമാക്കി മാറ്റുകയാണ്. ഒരു തട്ടാൻ എന്താണ് ചെയ്യുന്നത്? സ്വർണത്തെ വീണ്ടും തീയിലേക്കിട്ട് അതിനെ ഉരുക്കി കീടം മാറ്റി എടുക്കുമ്പോഴാണ് അത് വിലയേറിയ സ്വർണമായി മാറുന്നത്. ഓരോ ഞായറാഴ്ചയും കീടം മാറ്റുകയാണ്. ഓരോ വെള്ളിയാഴ്ചയും കീടം മാറ്റുകയാണ്. നിന്നെ പണിയുകയാണ്. എന്തിന്? കളപ്പുരയിൽ ചേർത്ത് വെക്കുവാൻ. എന്തിന്? സ്വർഗത്തിലെ മനോഹര തുരകമാക്കി മാറ്റുവാൻ നിന്നെ അവൻ ഉരുക്കി മലിനതകളെ മാറ്റി 916 ക്വാളിറ്റി ഉള്ള വിലയേറിയ തങ്കമാക്കി മാറ്റുകയാണ്. പേരുകൊണ്ട് തങ്കമാകുമോ? തങ്കം ഇല്ല. പക്ഷെ ആലയം നിന്നെ എന്താക്കി മാറ്റും? യഥാർത്ഥ തങ്കമാക്കി മാറ്റും. ഒരാമയും പറഞ്ഞാട്ടെ. പേര് കൊണ്ടൊന്നും തങ്കമാകത്തില്ല, പേര് കൊണ്ടൊന്നും പൊന്നാകത്തില്ല. ഭർത്താവ് വിളിക്കും പൊന്നേ, പൊന്നു, നല്ല വിളിയാ. പക്ഷെ പൊന്നു ആകുമോ? ഇല്ല.
ദൈവമാക്കിയാലേ പൊന്നാകൂ. ദൈവം പണിതാലേ പണിയിലാകൂ. ദൈവം നടത്തിയാലേ, ദൈവം ചമയിച്ചാലേ ചമയമാകൂ. ദൈവം ഉയർത്തിയാലേ ഉയർച്ചയാകൂ. യേശുവുമായുള്ള ബന്ധമാണ് നിന്നെ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. നന്മയിലേക്ക്, കാഴ്ചപ്പാടുകളിലേക്ക്, ദർശനങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത് യേശുവുമായുള്ള നല്ല ബന്ധമാണ്. അതാണ് സത്യസഭയിൽ നിനക്ക് ലഭിക്കുന്നത്. നിന്നെ മനുഷ്യരിലേക്ക് വലിച്ചടിപ്പിക്കുകയല്ല, ആൾ ദൈവങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുകയല്ല, പ്രസ്ഥാനത്തിലേക്ക് വലിച്ചടിപ്പിക്കുകയല്ല, സംഘടനകളിലേക്ക് വലിച്ചടിപ്പിക്കുകയല്ല. ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സത്യസഭ ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അത് നിന്നെ പ്രാർത്ഥനയ്ക്ക് സജ്ജമാക്കും, ഭാവി പ്രത്യാശയാൽ നിറയ്ക്കും. മുഖവര മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കാൻ വന്നതാണ്. തുടങ്ങി വെക്കാം. ഈ നല്ലൊരു സബ്ജക്റ്റാണ് കേട്ടോ. യേശു എന്ത് ഉപദേശമാണ് നമുക്ക് നൽകിയത്? വായിക്കാം. ലൂക്കോസ് 3:21. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. യേശു പഠിപ്പിച്ച പാഠങ്ങൾ. ഒന്നാമത് യേശു പഠിപ്പിച്ച പാഠം എന്താണ്? സ്നാനമേറ്റു പ്രാർത്ഥിക്കണം. എന്നാലേ സ്വർഗം. അന്ന് സിനഗോഗുകളുണ്ട്, അതിന് ഭണ്ഡാരങ്ങളുണ്ട്, അന്ന് സമുദായങ്ങളുണ്ട്, സംഘടനയുണ്ട്, ചിലപ്പോൾ കമ്മിറ്റികളും കണ്ടേക്കാം. അതൊന്നും തുറന്നിട്ട് കാര്യമില്ല മോനെ എന്നാണ് യേശു പറഞ്ഞത്. നീ സ്നാനപ്പെട്ട് പ്രാർത്ഥിച്ച് സ്വർഗം തുറക്കണം. ഒരാമയം പറഞ്ഞാട്ടെ. പ്രിയമക്കളെ, ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ. പഴയ പ്രാർത്ഥനയൊക്കെ വിട്ടോ? 28 പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന സഭയാണ് യഥാർത്ഥ സഭ. മുട്ടുമടക്കണം. അതിനകത്ത് ഒരു 7 കാര്യം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തെ ബലാത്കാരം ചെയ്യണം. ആൾക്കാർ ചോദിക്കും, സ്വർഗത്തിൽ എന്തോ ഉണ്ട്? അത് അങ്ങിരിക്കുകയല്ലേ മക്കളെ, അത് ഭൂമിയിൽ വരും. നീ ബലാത്കാരം ചെയ്താൽ സ്വർഗം ഭൂമിയിൽ വരും. എന്തൊക്കെയാ ബലാത്കാരം ചെയ്യേണ്ടത്? സ്വർഗത്തിലെ സ്ഥിരമായ വചനം. സ്വർഗത്തിൽ സ്ഥിരമായ വചനമുണ്ട്. നീ കേൾക്കുന്ന വചനങ്ങൾ എന്താണെന്നറിയാമോ? ഇത് സ്വർഗത്തിൽ സ്ഥിരമായ വചനമാണ്. ഞാൻ വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് വന്നതല്ല, ഞാൻ കാച്ചിക്കുറുക്കി ഉണ്ടാക്കിയതല്ല, എൻ്റെ ചിന്തയിൽ വന്ന കാര്യങ്ങളല്ല. സ്വർഗത്തിൽ സ്ഥിരമായ വചനമാണിത്. അതെനിക്ക് വേണം. ആ താല്പര്യം നിനക്ക് വേണം. മല്ലു പിടിക്കണം, ബലാത്കാരം ചെയ്യണം. സ്വർഗത്തിലെ സ്ഥിരമായ വചനം എനിക്ക് വേണം. അതിനാൽ സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. സ്വർഗം തുറക്കണം. എന്തിന്? സ്ഥിരമായ വചനം പുറപ്പെട്ടു വരാൻ. 2, മക്കൾക്കുള്ള പ്രതിഫലം. സ്വർഗത്തിൽ മക്കൾക്കുള്ള പ്രതിഫലമുണ്ട്. എല്ലാ വാക്യങ്ങളും വായിക്കാൻ എനിക്ക് സമയക്കുറവുണ്ട്. ഈ ബൈബിളിൽ പറയുന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും ഇതിൽ വാക്യം വേണമെങ്കിൽ എന്നെ ചോദിച്ചാൽ മതി, ഞാൻ കണ്ടുപിടിച്ച് തരാം. ഉണ്ട്, വേറെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇപ്പം വായിക്കാൻ സമയക്കുറവുണ്ട്. ഞാൻ പറയാൻ വന്ന കാര്യമല്ല. സ്വർഗത്തിൽ സ്ഥിരമായ വചനമുണ്ട്. 2, മക്കൾക്കുള്ള, ദൈവത്തിൻ്റെ മക്കൾക്കുള്ള പ്രതിഫലമുണ്ട്. അതെനിക്ക് വേണം. തീർന്നില്ല, ദൂതന്മാരുടെ സഹായമുണ്ട്. ദൂതന്മാർ ആരാണ്? നമ്മുടെ സേവകാത്മാക്കളാണ്. ആരാണ്? എത്ര വിലയേറിയ വ്യക്തികളാണ് നമ്മൾ. നമ്മുടെ സേവകാത്മാക്കൾ ആരാ? പോലീസാണോ? പട്ടാളമാണോ? ഇതെല്ലാം മാറി മറിയും കേട്ടോ. സ്വർഗത്തിലെ ദൂതന്മാർ. ആ ദൂതന്മാരുടെ സഹായം നീ ബലാത്കാരം ചെയ്യണം. ഞാൻ പറയാറുണ്ട്, ഡോക്ടറേറ്റ് ഉള്ള ദൂതന്മാരുണ്ട്. നല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടർമാർ ആരുണ്ട്? ദൂതന്മാർ. എല്ലാ കാറ്റഗറിയിലും ആരുണ്ട്? സുവാർത്ത ദൂതന്മാരുണ്ട്, സംഹാര ദൂതന്മാരുണ്ട്, അറിയിപ്പ് കൊണ്ടുവരുന്ന ദൂതന്മാരുണ്ട്, ദൂതറിയിക്കുന്ന ദൂതന്മാരുണ്ട്. പല നിലവാരങ്ങളിൽ ജലാധിപതിയായ ദൂതന്മാരുണ്ട്. നീ അത് ബലാത്കാരം ചെയ്യണം. ദൂതന്മാരുടെ സഹായം എൻ്റെ അവകാശമാണ്, കിട്ടിയേ പറ്റൂ. ഇതാണ് സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നത്. 4-ാമത്തെ കാര്യം എന്താണ്? മല്ലന്മാരുടെ ഭോജനം. സ്വർഗത്തിൽ എന്തുണ്ട്? മല്ലന്മാരുടെ ഭോജനമുണ്ട്. അത് ആർക്ക് കിട്ടി? ഇസ്രായേൽ മക്കൾക്ക് നേരിട്ട് കിട്ടി. കാര്യം
അവരുടെ മരുഭൂമിയിലെ അവസ്ഥയിൽ അവർ ദൈവത്തിങ്കിലേക്ക് നിലവിളിച്ചപ്പോൾ ദൈവം സ്വർഗം തുറന്നു. ഇതാ മന്ന പുറപ്പെട്ടു. അതെന്താണ്? മന്ന ഈസ് ദ മല്ലന്മാരുടെ ആഹാരം. എന്താണ് മല്ലന്മാരുടെ ആഹാരം? നിന്നെ മല്ലനാക്കുന്ന ആഹാരം. അതെവിടെ ഉണ്ട്? അത് നീ ബലാത്കാരം ചെയ്താൽ നിന്നെ തേടി വരും. തീർന്നില്ല, വീണ്ടും അധിക സന്തോഷം സ്വർഗത്തിലുണ്ട്. ഒരാത്മാവിനെ നേടുമ്പോൾ സ്വർഗത്തിൽ എന്തുണ്ട്? അത് നിനക്ക് ലഭ്യമാകണം. നീ അത് ബലാത്കാരം ചെയ്യണം. എനിക്ക് സ്വർഗത്തിലെ അധിക സന്തോഷം വേണം. വീണ്ടും നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്. എങ്ങനെ സമ്പത്താണ്? കൃമിക്കിരയാകുന്നതല്ല, തുരുമ്പെടുക്കുന്നതല്ല, നിലനിൽക്കുന്ന എവർ ലാസ്റ്റിംഗ്, ലോങ് ലാസ്റ്റിംഗ്, ഇറ്റേണൽ. അത് എനിക്ക് വേണം. ഞാൻ പറയാറുണ്ട്, കർത്താവിനെ അറിഞ്ഞു, കർത്താവിൻ്റെ വേലയിൽ ചുമൽ കൊടുത്തു, അതുകൊണ്ട് എനിക്കൊരു ഭാവി കിട്ടി. എൻ്റെ കൂട്ടുകാർ പല എന്നോട് ഇവിടെ പോലീസ് കയറിയന്മാർ ചൊറിയും കുത്തി വീട്ടിയിരിക്കുക. കാര്യം എന്താണ്? 56 വയസ്സായപ്പോൾ അവരെ എന്ത് ചെയ്തു? ഗവൺമെൻറ് മക്കളെ വേണ്ട, പൊയ്ക്കോ. അമേരിക്കയിലൊക്കെയാണെങ്കിൽ 65-70 വയസ്സ് വരെയൊക്കെ ജോലി ചെയ്യാം. ഇന്ത്യയിൽ പറഞ്ഞു 56 വയസ്സ് മതി, പൊയ്ക്കോ, നിന്നെ വേണ്ട. ദൈവം പറഞ്ഞു, ഇല്ല മോനെ, നിന്നെ എനിക്ക് നരയ്ക്കുവോളം വേണം. ദൈവം പറഞ്ഞു, മോനെ, 56-ാം വയസ്സിൽ ലോകം നിന്നെ പറഞ്ഞയക്കും. നക്കാപ്പിച്ചതെന്ന് ഈ ലോകം നിന്നെ പറഞ്ഞയക്കും. എന്നാൽ എനിക്ക് നരക്കുവോളം നിന്നെ വേണം. നിത്യത വരെ തുടരുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വിളിക്കുകയാണ്. എന്റെ ആനുകൂല്യങ്ങൾ അത് അസാധാരണമാണ്. ഇതുവരെ കാണാത്ത, ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ ആരും പറയാത്ത ആനുകൂല്യങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ട്. അതാണ് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, ഗയ എന്നൊരു സ്ഥലത്ത്, എനിക്ക് തോന്നുന്നു പുതിയൊരു സംസ്ഥാനമാണ്, അപ്പം പേരെ വിട്ടുപോയി, വായിക്കാത്തതുകൊണ്ട്. അപ്പം ഗയ, അവിടെ അത് സ്ഥലമാണ് ഗയ, പുതിയ ജാർഖണ്ഡ്, അവിടെ ആണെന്ന് തോന്നുന്നു, ജാർഖണ്ഡ്. ഇവിടുന്ന് എന്നെയും ഒരു പോലീസുകാരനെയും കൂടെ ചേർത്ത് ഒരു കൊലക്കേസ് അന്വേഷിക്കാൻ വിട്ടു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇവിടുന്ന് ബസ് കയറി പോകണം, ഒരു റോഡൊന്നും ഇല്ലെന്ന്. ഈ മൺപാതയിലൂടെ ഇങ്ങനെ ബസ് പോവുകയാണ്. ബസ്സിനകത്ത് പുറയിൽ ഇരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ട്, ഞാനും ഒരു പോലീസുകാരനും. ഗയ ചെന്നു. ആ മരണം നടന്ന വീട്ടിൽ, ഇവിടുന്ന് ഒരാളെ കൊന്നിട്ട് പോയതാണ്. ഇവിടെ വെച്ച് കൊലപ്പെട്ടു. അന്വേഷണം അവിടെ പോവുകയാണ്. ഞാനൊരു പോലീസുകാരന് മാത്രമുണ്ട്. അതുവരെയും SP കൂടെ വിളിക്കുന്നുണ്ട്, ബിനു എവിടെ എത്തി? ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്, ബസ്സിൽ കയറി, എല്ലാം റെഡിയാ, ബസ്സിൽ കയറി, ഓക്കെ. ഗയ ചെന്നു. അല്പം കഴിഞ്ഞപ്പോൾ വശപ്പെശകായിട്ട് ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മാവോയിസ്റ്റ്. കാര്യം എനിക്ക് മനസ്സിലായി, സംഗതി ശരിയാ. ഞാൻ ഉടനെ എന്ത് ചെയ്തു? ഫോൺ എടുത്തു. ആരെ വിളിച്ചു? SP-യെ വിളിച്ചു. SP-യുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, SP എടുക്കുന്നില്ല. വല്ലാതെ വിഷമത്തിലായി. ഒരു അന്യ സംസ്ഥാനമാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? അവരുടെ പ്ലാൻ നമ്മളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ബാർഗെയിൻ ചെയ്യണം. നമ്മളെ വെച്ചോണ്ട് എന്ത് ചെയ്യും? അവരെ ഇത്ര രൂപ തന്നാൽ ഇവരെ വിട്ടുതരാം. അങ്ങനെയാണ് അവരുടെ പരിപാടി. അപ്പോൾ നോക്കുക, പക്ഷേ തക്ക സമയത്ത് ദൈവസഹായം വന്നു. ഒരു പട്ടാള ജീപ്പ് അവിടെ വന്നു. ഒരു പട്ടാള ജീപ്പ്. അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, സാറേ വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ല, അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ. അവരോട് നിങ്ങൾ വണ്ടി കയറാൻ പറഞ്ഞു. വണ്ടി കയറി. ഞാൻ പറഞ്ഞു, എത്രയും വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണമല്ലേ. അന്വേഷണവും വേണ്ട, ഒരു പുല്ലും വേണ്ട. കാര്യം എന്താണ്? മനുഷ്യ സഹായങ്ങൾ വ്യർത്ഥമാണ്.
ജീവൻ പോയില്ല, കാര്യങ്ങൾ തകിടം മറിഞ്ഞില്ല. കാര്യം എന്താണ്? ദൈവസഹായം തക്ക സമയത്ത് കിട്ടിയതുകൊണ്ട്. അവരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അപകടത്തിലാണെന്ന് ഞങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെട്ടു എന്ന് അവരിങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് അന്ന് അപ്പോഴും യഥാർത്ഥമായ എൻ്റെ സ്വഭാവം മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞത്, മനുഷ്യകരങ്ങളെല്ലാം താണുപോകും, ക്ഷണിക്കാത്തൊരു കരം ദൈവത്തിൻ്റെ കരമാണ്. ക്ഷണിക്കാത്ത കരം. ആ ദൈവമായിട്ട് നിനക്ക് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ നീ ഒരിക്കലും ചതിക്കപ്പെടുകയില്ല, വഞ്ചിക്കപ്പെടുകയില്ല. തക്ക സമയത്ത് അത്ഭുത വഴികൾ നിനക്ക് വേണ്ടി മാത്രമായി തുറക്കപ്പെടും. ഒരൊറ്റ പോയിന്റ് ഞാൻ പറഞ്ഞുള്ളൂ, സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുക, സ്വർഗത്തെ ബലാത്കാരം ചെയ്യാം, സ്വർഗീയ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭ്യമാകും. ഒരൊറ്റ പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താണ് സ്വർഗത്തിലുള്ളത്? ഉത്തമ അവസാനത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും. അത് നീ പ്രാർത്ഥിച്ചെന്ത് ചെയ്യണം? അതിനെന്ത് വേണം? സ്നാനപ്പെട്ട് വേണം പ്രാർത്ഥിക്കാൻ. കൽപ്പന അനുസരിച്ച് വേണം പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. കൽപ്പന അനുസരിക്കുമ്പോൾ നീ ഒരു പുതിയ സൃഷ്ടി. ഒരാമയും പറഞ്ഞാട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി, കൽപ്പന അനുസരിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ആദ്യമായി വന്ന സഹോദരി, ദൈവം നിന്നെ കാണുന്നുണ്ട്, നിന്നോട് ദൈവം സംസാരിക്കുന്നു. കൽപ്പന അനുസരിച്ച് പ്രാർത്ഥിക്ക്, സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടാം. സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടാം. ഒരു അസാധാരണ സകല ബുദ്ധിയും കവിയുന്ന സ്വർഗീയമായ സമാധാനം നിന്നെ തേടി വരും. ഒരാമയും പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു നിമിഷം എഴുന്നേൽക്കാം. ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച പറയാം. അപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? യേശുവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. മറ്റെല്ലാ ബന്ധങ്ങളും നിന്നെ ഇവിടെ കിടന്ന് ഉഴലുമാറാക്കും, ഇവിടെ കിടന്ന് വലയുമാറാക്കും. യേശുവുമായുള്ള ബന്ധം സ്വർഗതലങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകും. ഒരാമേൻ പറഞ്ഞാട്ട്. അതാണ് എനിക്കും നിനക്കും ആവശ്യം. ദൂതിനായി സ്തോത്രം ചെയ്യുക, യേശു തരും ജയമോർത്തു സ്തുതിച്ചിടുക. ഇന്നു കേട്ട ദൂതിനായി സ്തോത്രം ചെയ്യുക, യേശു തരും ജയമോർത്തു സ്തുതിച്ചിടുക. വചനത്തിന്റെ വൻ ക്രിയ വെളിപ്പെടുമേ, വചനത്തിന്റെ വൻ ക്രിയ വെളിപ്പെടുമേ. നിന്റെ അനുഗ്രഹം ശാശ്വതമേ, നിന്റെ അനുഗ്രഹം ശാശ്വതം. ചെങ്കടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. പിളർന്നു വഴി തുറക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും, യേശു നാമത്തിൽ ആർപ്പിടുമ്പോ. എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശു നാമത്തിൽ ആർപ്പിടും. ഇന്നു കേട്ട ദൂതിനായി സ്തോത്രം ചെയ്യുക, യേശു തരും ജയമോർത്തു സ്തുതിച്ചിടുക. ഇന്നു കേട്ട ദൂതിനായി സ്തോത്രം ചെയ്യുക, യേശു തരും ജയമോർത്തു സ്തുതിച്ചിടുക. ഓ രോഗങ്ങൾ നിന്നെ ക്ഷണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആ വിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കുകില്ല. ആ വിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽ. ഓ ഇന്നു കേട്ട ദൂതിനായി സ്തോത്രം ചെയ്യുക, യേശു തരും ജയമോർത്തു സ്തുതിച്ചിടുക. ഇന്നു കേട്ട ദൂതിനായി സ്തോത്രം ചെയ്യുക, യേശു തരും ജയമോർത്തു സ്തുതിച്ചിടുക. ഓ വചനത്തിന്റെ വൻ ക്രിയ വെളിപ്പെടുമേ, വചനത്തിന്റെ വൻ ക്രിയ വെളിപ്പെടുമേ. നിന്റെ അനുഗ്രഹം ശാശ്വതമേ,
നിന്റെ അനുഗ്രഹം രക്തത്താൽ വചനത്താലും ജയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രഭാതത്തിൽ കർത്താവേ അടിയങ്ങൾ ഓരോരുത്തരെയും കൂട്ടി വരുത്തിയ കൃപയെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ ദേവദാസരുടെ കർത്താവേ അടിയങ്ങൾക്ക് തന്ന വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ യേശു ആകുന്ന തലയെ മുറുകെ പിടിച്ച് കർത്താവേ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ജയാളിയാകുവാൻ കർത്താവേ അടിയങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ കരം നീട്ടുന്നതിനെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാ ആവശ്യങ്ങളും കർത്താവേ ഞങ്ങളുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദി നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൃപയോടെ കേട്ടണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ദൈവാത്മാവിന്റെ കൂട്ടായ്മയും കേട്ട എല്ലാ വിശ്വാസവാക്കളോടും യേശുവുമായുള്ള ബന്ധത്തോടും വരവരെ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ.